ഒരു വയസ്സുള്ള കുട്ടികൾ പോലും ബലാത്സംഗത്തിന് വിധേയമാവുന്ന സുഡാനിൽ നിന്നുള്ള വാർത്തകളാണ് വേൾഡ് ഇൻ വേർഡ്സിൽ ആദ്യമായി. പിന്നീട് ഗസ പുനർനിർമ്മാണത്തിനായുള്ള അറബ് രാജ്യങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഉള്ളുകള്ളികളും ഗ്രീൻലാൻഡ് പിടിച്ചടക്കാനുള്ള ട്രംപിൻ്റെ ഓട്ടവും. സുഡാനിലെ പട്ടാളവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏകദേശം 2023 തുടങ്ങിയിട്ടുണ്ട് യുദ്ധം. യൂണിസെഫിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ യുദ്ധത്തിൽ ലൈംഗികാതിക്രമത്തിന് വിധേയരാവുന്നതിൽ കുട്ടികളും ഉണ്ടത്രേ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സുഡാനിലെ വാർത്താ ഏജൻസികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ശേഖരിച്ച കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഏകദേശം 221 കുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത്രേ. ഇതിൽ തന്നെ 16 പേർ 5 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളവരാണ്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരമുള്ളത് ഈ കുട്ടികളിൽ 4 പേരുടെ പ്രായം 1 വയസ്സ് ആണെന്നുള്ളതാണ്. 1/3 കുട്ടികൾ ആൺകുട്ടികളുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് വെറും നാമമാത്രമായ കണക്കാണെന്ന് വ്യക്തം. കാരണം യുദ്ധക്കെടുതിയിൽ കഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നും കിട്ടുന്ന കണക്കുകൾക്ക് കൃത്യത വളരെ കുറവായിരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ചികിത്സ തേടിയെത്തുന്നവരും അതിജീവിക്കുന്നവരും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നവരും എത്രയോ കുറവായിരിക്കുമെന്നതുകൊണ്ട് യാഥാർത്ഥ്യം എത്ര ഭീകരമായിരിക്കുമെന്ന് ഓർക്കാവുന്നതേയുള്ളൂ. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ യൂണിസെഫ് ഒന്നും പറയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഒരു വസ്തുതാന്വേഷണ സംഘം RSFനെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാലും രണ്ടു കൂട്ടരും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നേ യൂണിസെഫ് അഭിപ്രായപ്പെടുന്നുള്ളൂ. ആർമിയോ RSFോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഗസ മുനമ്പുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ച സ്വപ്നത്തിനെതിരായി ക്രിയാത്മകമായ ഒരു പരിഹാരം ലക്ഷ്യം വെച്ച് അറബ് ലോകത്തെ ഭരണകർത്താക്കൾ ഇക്കഴിഞ്ഞ ദിവസം കെയ്റോയിൽ യോഗം ചേരുകയുണ്ടായി. 22 അറബ് ലീഗ് നേതാക്കളാണ് മീറ്റിംഗിൽ പങ്കെടുത്തത്. ട്രംപിന്റെ ലക്ഷ്യം ഗസയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നതായിരുന്നു. പക്ഷേ ഈ പദ്ധതിക്കെതിരാണ് ലോകമെന്ന് കാണിക്കാനായിരുന്നു കെയ്റോ സമ്മേളനമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈജിപ്തും ജോർദാനും ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഇതിനിടെ ശക്തമായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വാക്കുകളോട് എത്രയും വേഗം പ്രതികരിച്ചേ മതിയാവൂ. കാരണം ഗസയിൽ കുടിയൊഴിപ്പിക്കൽ നടത്തി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പദ്ധതിക്കെങ്ങാനും തുടക്കമിട്ടാൽ ആദ്യം അതിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ പോകുന്ന രാജ്യങ്ങൾ ഈജിപ്തും ജോർദാനുമായിരിക്കും. 2 രാജ്യങ്ങളും അഭയാർത്ഥി പ്രശ്നം ഇപ്പോൾ തന്നെ വേണ്ടത്ര നേരിടുന്നുണ്ട്. യുദ്ധം കാരണമായുണ്ടായ പലായനങ്ങൾ നേരിട്ട് ബാധിച്ചത് വ്യക്തമായും ഈ 2 രാജ്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തരത്തിലുമുള്ള അഭയാർത്ഥി പ്രവാഹത്തെയും താങ്ങാൻ ഇവർക്ക് കഴിയില്ല എന്നുറപ്പാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ദുരിതാശ്വാസ സംഘടനയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ തന്നെ ജോർദാനിൽ 2 മില്യന് പുറത്ത് ആളുകൾ അഭയാർത്ഥികളായുണ്ട്. ഇതിനെല്ലാം മുന്നോടിയായി ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഭംഗിയായി നടപ്പിലാവേണ്ടതുണ്ട്. ഇത് ട്രംപ് വിചാരിച്ചാലേ പറ്റൂ എന്നാണ് ഈജിപ്തിൽ നിന്നും ഫത്താഹ് അൽ സീസി പറയുന്നത്. ഫലസ്തീനികളെ ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കരുത് എന്ന് ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിലും അത്തരമൊരു പദ്ധതി മുന്നോട്ട് വെച്ച ട്രംപിനെ വിമർശിക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്ക് കൃത്യമായ ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പലസ്തീൻ ജനതയെ അവിടെ തന്നെ നിലനിർത്തണമെന്നും ഗസ പ്രദേശം പുനർനിർമ്മിക്കണമെന്നും അതിന് രാഷ്ട്രപദവി കൊടുക്കണമെന്നും ഒക്കെ ഇവർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഗസയിൽ ഒരിക്കലും ഹമാസ് സർക്കാർ ഉണ്ടാക്കാൻ പാടില്ലെന്ന കാര്യത്തിലും ഇവർ ഒറ്റക്കെട്ടാണത്രേ. ഒപ്പം ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇസ്രായേലുമായി യുദ്ധം തുടങ്ങി 15 മാസം കഴിഞ്ഞിട്ടും ശക്തമായിരിക്കുന്ന ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കുമെന്ന കാര്യത്തിൽ ഈ കൂട്ടം ആശങ്കാകുലരാണ്. ഹമാസ് ഇവരുടെ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇതിനെ വ്യക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പൗരന്മാരുടെ കാര്യം നോക്കാൻ ഒരു കേന്ദ്രത്തെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. അതിൽ ഹമാസിന് പങ്ക് വേണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലും ഇസ്രായേലികളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാതെയാണ് അറബ് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് മുതിരുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. തകർന്ന വീടുകളുടെ പുനർനിർമ്മാണവും വാസയോഗ്യമായ വീടുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കലുമാണ് പദ്ധതിയുടെ ആദ്യ ഭാഗം. പിന്നീട് വ്യവസായ മേഖലകളും തുറമുഖവും എയർപോർട്ടും ഒക്കെ പദ്ധതികളിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളാവും ഇതിനാവശ്യമായ പണം കണ്ടെത്തുക എന്ന് പറയുന്നുണ്ടെങ്കിലും യൂറോപ്പും സഹായിക്കുമെന്നാണ് ഈജിപ്തിൻ്റെ പക്ഷം. ഈജിപ്താണ് പദ്ധതിക്ക് മുന്നിലെന്നതും അൽ സീസിയാണ് ഈജിപ്ത് ഭരിക്കുന്നത് എന്നതും പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് അത്ര തെളിച്ചം നൽകുന്നില്ലെന്ന വിമർശനവും
നിലനിൽക്കുന്നുണ്ട്. ട്രംപ് ഗ്രീൻലാൻഡ് കൊണ്ട് പോയിക്കളയുമോ എന്ന പേടിയിലാണ് ഗ്രീൻലാൻഡ് നിവാസികൾ ഇന്ന്. മാർച്ച് 11 നടക്കുന്ന ഡെൻമാർക്ക് തെരഞ്ഞെടുപ്പിൽ ഇതാണ് വലിയൊരു വിഷയമായി വരാൻ പോകുന്നത്. ഡെൻമാർക്കിൽ നിന്നും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഗ്രീൻലാൻഡ് ജനത ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഗ്രീൻലാൻഡ് വിൽപ്പനക്കുള്ളതല്ല എന്ന പ്രമേയത്തിലുള്ള വമ്പിച്ച പ്രചാരണങ്ങൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നു. 57,000-അടുത്ത് വരുന്ന ഗ്രീൻലാൻഡ് ജനത പൊതുവെ ആദിവാസി വിഭാഗക്കാരാണ്. തങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ഈ ജനത അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏത് ത്യാഗത്തിനും തയ്യാറുമാണ്. തലസ്ഥാനമായ ന്യൂക്കിൽ പൊതുജനവും വിദ്യാർത്ഥികളുമെല്ലാം അമേരിക്കൻ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണുള്ളത്. ഇവിടുത്തെ ധാതു നിക്ഷേപം കണ്ടുള്ള അമേരിക്കൻ വരവാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത്. അമേരിക്കയാവട്ടെ തങ്ങളുടെ രാഷ്ട്ര സുരക്ഷയെ മുൻനിർത്തിയാണ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഗ്രീൻലാൻഡിന്റെ വടക്കുഭാഗത്ത് ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ഒരു എയർബേസ് ഉണ്ട്. തെക്കുഭാഗത്താണ് ധാതു നിക്ഷേപങ്ങളുടെ കലവറ. ആർട്ടിക് മേഖലയും ചൈനയും റഷ്യയും ഒക്കെ ഇറങ്ങിക്കളിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ ആയിട്ടുണ്ട്. ഇനിയും വൈകിയാൽ സംഗതി കൈവിട്ടു പോകുമോ എന്നാണ് ട്രംപിന്റെ ആശങ്ക. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സ്വന്തമാക്കുകയും അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കുകയും അതിനെ അമേരിക്കയുടെ 51ാം സ്റ്റേറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്യാനാണ് ട്രംപിന്റെ ശ്രമം. നന്ദി.